ഈ ബാബുവും അഭിലാഷും അല്ലേ? അഭിലാഷ് ഏത് JCB-യാ? അതായത് രാത്രി 1:30 കൂടിയാണ് ഈ സംഭവം പൊട്ടിയത്. അപ്പോൾ കളക്ടറേറ്റിൽ നിന്ന് വിവരം അറിയിച്ചപ്രകാരം ഡെപ്യൂട്ടി തഹസിൽദാർ സന്ദീപ് സാറും സംഘത്തോടെ പരിശോധനയ്ക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ നിർദ്ദേശപ്രകാരം നമ്മളെ ഫോണിൽ വിളിച്ചവർ, ഞാൻ മേപ്പാടിയാണ് താമസം. അപ്പോൾ അവർ ഫോണിൽ വിളിച്ച സമയത്ത് ADM മേഡം അവർ വിളിച്ച സമയത്ത് ഒരു 2 മണിയോടുകൂടി നമ്മളെ വിളിക്കുന്നത്. ആ സമയത്ത് തന്നെ നമ്മൾ JCB മെഷീൻ എടുത്തുകൊണ്ട് പോയിരുന്നു. ഇവിടെ എത്തിയ സമയത്ത് ഒരു ചെറിയൊരു ഉരുൾപൊട്ടലുണ്ടാവുന്ന വെച്ചിട്ട് റോഡിലെ മണ്ണൊക്കെ നീക്കി അങ്ങനെ പതുക്കെ വന്നു. സാധാരണ രീതിയിൽ ഉരുൾപൊട്ടൽ വിളിക്കുമ്പോൾ നമ്മൾ ഇത്ര ഭീകരത പ്രതീക്ഷിക്കില്ല. അപ്പോൾ അങ്ങനെ പ്രതീക്ഷിച്ചു 4 മണി ഇവിടെ എത്തിയ ഒരു ഭയങ്കര സൗണ്ടിൽ വെള്ളവും ഒക്കെ കൂടി ഇരച്ച് കയറി വരുന്ന അവസ്ഥ ഉണ്ടായതുകൊണ്ട് പിന്നെ നമുക്കൊന്നും കൂടി എത്തിപ്പെട്ടി ഒരു രക്ഷാപ്രദം ചെയ്യാൻ പറ്റില്ല. കറണ്ടും കാര്യങ്ങളൊന്നും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ കുറച്ച് നേരം വെളുത്തതിന് ശേഷം റോഡൊന്ന് ചളി മാറ്റി ഇവിടുത്തെ വാർഡ് മെമ്പർ സുഖോട്ടനും കൂടെ വന്നു, ചെളിയൊക്കെ ഒന്ന് മാറ്റി ഇതുവരെ ആംബുലൻസെങ്കിലും എത്തിക്കാനുള്ള റോഡൊന്ന് തെളിച്ചു. റോഡിന്റെ ഒരു അവസ്ഥ എന്തായിരുന്നു? ഇത്ര പൊക്കുന്ന ചെളിയുണ്ട്. വണ്ടി ആളുകൾക്ക് നടന്നു വരാൻ കഴിയില്ല. എന്നിട്ട് ഇതിൽ കൂടെ ആളുകൾ നടന്നു വന്നു ഇവിടം വരെ. പിന്നെ അതിന് മുമ്പിൽ തള്ളി ആദ്യം ഈ രക്ഷാപ്രവർത്തനത്തിന് വഴിതെളിച്ചു കൊടുത്തത് ഇവരാണ്, ഇവരുടെ JCB മെഷീനുകളാണ്. നിങ്ങൾ ചെയ്ത് നമ്മളതിനെ അഭിനന്ദിക്കേണ്ട കാര്യമില്ലല്ലോ, നിങ്ങളുടെ നാടാണല്ലോ ഇത്. ഞാനിവിടെ പഞ്ചായത്തിന് ചെറിയ കരാറുകാരൻ കൂടിയാണ്. അതായത് വാർഡുകളിലൊക്കെ വർക്ക് എടുത്തിറങ്ങുന്ന ആൾക്കാരാണ്. ഇത് പൂർണ്ണമായിട്ടും വാശിൽ 10, 11, 12 വാർഡുകളാണ്. അപ്പോൾ അന്ന് കമ്മിറ്റി വർക്കുകളായതുകൊണ്ട് തന്നെ ഇവിടെ ഓരോ മുഖവും നമുക്ക് സൂര്യതാണ്. കൂടെ നമ്മൾ പണിക്ക് വരുന്ന ആളുകളായിട്ടും അല്ലാതായിട്ടും ഒരു സെലീനാഥൻ ഇവിടെ നമ്മളെ നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള കുറച്ചുപേരെ മിസ്സിംഗ് ആണ് സാർ. വാർഡ് മെമ്പർ, പഴയ എക്സ് മെമ്പർ സബിത എന്ന് പറയുന്ന എക്സ് മെമ്പർ ഉണ്ട്. 5 വർഷം ഞങ്ങൾ ഒരുമിച്ച് നടന്ന ആളുകളാണ്. പഞ്ചായത്തിലായാലും മീറ്റിങ്ങിനായാലും ഇവിടെ ആയാലും ഒക്കെ ഒരുമിച്ചിരുന്ന ആളുകൾ. ബാബുവിൻ്റെ ഫാമിലിയിലാരും പോയില്ലല്ലോ? എൻ്റെ അമ്മേൻ്റെ കുടുംബത്തിൽ പിന്നെ കുറേ പേര് പോയി. ഇപ്പോൾ കുറച്ച് പേരെ കിട്ടിയിട്ടുള്ളൂ, ബാക്കി ആരും കിട്ടിയില്ല. അതിനെ തപ്പിയിട്ടാണ് നമ്മളിങ്ങനെ നടക്കുന്നത്. കുറേ പേര് അമ്മേൻ്റെ പിന്നെ അമ്മായിമാർ, ആങ്ങളമാർ, എൻ്റെ അനിയന്മാർ, പെങ്ങന്മാർ. ഇനിയിപ്പം എത്ര നാളിങ്ങനെ തപ്പുമല്ലേ ബാബു? ഒരു ഇതില്ല. സ്ഥലം ഒരു ചെറിയ ഏക്കറല്ലല്ലോ, 22, 23 ഏക്കർ ഒരുമിച്ച് കടന്നു പോയി. വീടടക്കല്ലേ പോയി. അപ്പം വീടടക്കാൻ പോയിരിക്കുന്നത്. അപ്പം നമുക്ക് എവിടെ എന്താണെന്നൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ വന്നതെന്നും. കാരണം വെച്ചാൽ അത്രയും ഏരിയകളിലെ വീടുകളാണ് പോയിട്ടുള്ളൂ. ഒരു 200-300 വീടുകൾ ഇതിൻ്റെ കരയ്ക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു, പാടികളും. അപ്പോൾ ഇതൊന്നും ഇപ്പോൾ കാണുമ്പോൾ ആ വീടുകളും നമുക്ക് ലൊക്കേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ഈ സ്ഥലം പോലും ഇതായിരുന്നു വീട് ഇരിക്കുന്നതെന്ന് പോലും നമുക്ക് ഇത്ര സുപരിചിതമായ വീട് പോലും ഇപ്പോൾ കാണുമ്പോൾ ആ സ്ഥലം. അതാണൊരു പ്രധാനപ്പെട്ട കാര്യം. താങ്ക് യു അഭിലാഷ്. ഓക്കെ ബാബു. ഓക്കെ.